ഹായ്, ഞാൻ ഇന്നൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുമാത്രമല്ല വീട്ടിലെ എല്ലാ പേർക്കും കഴിക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് അരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കഴുകി വാരിയിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, അത് ഓരോരുത്തർക്കുള്ളയും മധുരം ഓരോ രീതി ആയതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര എന്ന് പറഞ്ഞത്. പിന്നെ കളറിനായി അല്പം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കണം. അതായത് മാവ് അധികം ലൂസായി പോകാൻ പാടില്ല. പിന്നെ കറുത്ത എള്ള് കഴുകിയതും കൂടെ കുറച്ച് അതിലേക്കിട്ട് ഇളക്കിയെടുത്താൽ മതി. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ദേ ഈ ഒരു പരുവത്തിലിരിക്കണം മാവ്. അതിൽ കൂടുതൽ ആയാൽ അത് അച്ചപ്പം ഒരുമാതിരി ടേസ്റ്റ് കുറവായി പോവും. പിന്നെ നമ്മൾ സാധാരണ ചുടുന്നത് പോലെ തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ അതിലേക്കിട്ട് ചൂടാക്കിയിട്ട് മാവ് മുക്കി അതിലിട്ട് അച്ചപ്പം സാധാ ചുടുന്ന പോലെ ചുട്ടെടുത്താൽ മതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ മുട്ടയോ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കാരണം തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കുക, മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ മുട്ട കഴിക്കാത്തവർ വീട്ടിലുണ്ടാകും. അവർക്ക് ഈ അച്ചപ്പം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മുട്ടയൊന്നും ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത്. മുട്ട ചേർക്കാതിരുന്നാൽ അച്ചപ്പം ഇളകത്തില്ല, പൊടിഞ്ഞു പോകും, ശരിയാകില്ല എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അച്ചിൽ നിന്ന് ചൂടടിച്ച ഉടനെ തന്നെ അത് ഇളകി മാറുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ടേസ്റ്റിന് ഒരു വ്യത്യാസവും തോന്നിയതുമില്ല. പിന്നെ മാത്രമല്ല അച്ചപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വളരെ കുറച്ച് ആണ് ഞാൻ ഉണ്ടാക്കി നോക്കിയത്. 3 ദിവസം കൊണ്ട് അത് തീർന്നു. കാരണം പരീക്ഷിച്ച് നോക്കിയതായതുകൊണ്ട്. ഇനി ഒരിക്കൽ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മുട്ടയോ തേങ്ങയോ ഒന്നും ചേർക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഥവാ ഉണ്ടാക്കി നോക്കി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.